അപ്പൊ നമ്മള് മാർക്കോ സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു സിനിമ കണ്ടു. അതെ, നമ്മൾ റൈഫിൾ ക്ലബ് കണ്ടു. റൈഫിൾ ക്ലബ് അത് വയനാടുമായി കേന്ദ്രീകരിച്ചിട്ടുള്ള സുൽത്താൻ ബത്തേരി പറഞ്ഞ സ്ഥലത്തുമായി കേന്ദ്രീകരിച്ച മംഗളൂരു സുൽത്താൻ ബത്തേരി ഒക്കെ സ്ഥലത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു ക്ലബ്ബാണ്. അതെ, ഒരു ക്ലബ്ബാണ്. റൈഫിളുമായി ബന്ധപ്പെട്ട ഒരു ക്ലബ്ബാണ്. ഒരു ലെങ്തി ഫാമിലി, കുറെ ആൾക്കാരുള്ള ഒരു ഫാമിലി. അതാണ് അതിലെ, അവരാണ് അതിലെ മെയിൻ. വേറെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊന്നും പോകുന്നില്ല. പടത്തിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിന്റെ മേക്കിംഗ് ഇഷ്ടപ്പെട്ടു. അതെ, അതിന്റെ സിനിമാറ്റോഗ്രഫി, അതായത് മ്യൂസിക്കും. അതെ, മ്യൂസിക് എന്ന് വെച്ചാല് എന്താ പറയാ, അവന്റെ പേരെന്തായിരുന്നു? ഞാൻ അവന്റെ പേര് ഇന്നലെയും മറന്നു. എന്തായാലും അതെ. അപ്പോ മ്യൂസിക് കൊള്ളാം, അതിന്റെ സിനിമാറ്റോഗ്രഫി, ഓരോ ഫ്രെയിംസ്, പ്രത്യേകിച്ച് അത് വയനാട് ആയതിന്റെ ഒരു ഗുണം അതിനുണ്ട് കേട്ടോ. അതിലെ പല പല ഫ്രെയിംസിനും നമുക്ക് ആ ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ. ഈ ഒരു റൈഫിൾ ക്ലബിന് പറ്റിയ ഒരു ലൊക്കേഷൻ അല്ലെ, ആ ഒരു സാധനം നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അവന്റെ പേരാണോ നോക്കുന്നത്? ദിലീഷ് പോത്തന്റെ കാര്യം പിന്നെ പറയാതിരിക്കാൻ വയ്യ. ഈ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ അനുരാഗ് കശ്യപ് അല്ലേ, അനുരാഗ് കശ്യപ്, ഉണ്ണിമായ പ്രസാദ്, അവരൊക്കെ ആക്ച്വലി കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നത്. ഒരു ക്യാരക്ടറിനെ കുറിച്ചും എനിക്ക് അങ്ങനെ ഒരു മോശം ഒരാള് മോശമായിട്ട് ചെയ്തു അങ്ങനെയൊന്നും ഇതേവരെ തോന്നിയിട്ടില്ല. വിജയരാഘവനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. അതെ, കൺവിൻസിങ് സ്റ്റാർ. അതെ, സുരേഷ് കൃഷ്ണ. എനിക്ക് ഏറ്റവും നല്ല ഹൈപ്പായി തോന്നിയത് നമ്മുടെ ദിലീഷ് പോത്തനാണ്. സത്യം സത്യം. ദിലീഷ് പോത്തന്റെ ഒരു വേറെ റേഞ്ച് മാരക. ആളുടെ ഒരു ബൾക്കി ബോഡിയാണല്ലോ, ആ ബോഡി സിനിമയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. മെറ്റീരിയൽ ആയി മാറി കഴിഞ്ഞു. ആദ്യം സൈഡ് റോളൊക്കെ വന്ന് അഭിനയിച്ചു പോയി, പിന്നെ ചില റോളുകളെല്ലാം അഭിനയിച്ചു പോയിരുന്ന ആൾക്കാരെ പോലെയല്ല ഇപ്പൊ ഒരു പടത്തിനെ ഒറ്റക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ള തരത്തിലാണ് ഇപ്പൊ ദിലീഷ് പോത്തന്റെ. അത് ആളുടെ പല പല എൻട്രി, അതിന്റെ ഒരു മിഡിൽ പോർഷനിൽ ആളുടെ ഒരു എൻട്രി ഉണ്ട്, അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അതിലൊരു സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് ആള് വന്ന് നടക്കാൻ പോകുന്ന സമയത്തുള്ള അതുവരെ നമുക്ക് തോന്നും ഇത് എങ്ങനത്തെ ആളാണെന്നൊക്കെ നമുക്ക് തോന്നും. ശരിക്കും പറഞ്ഞാൽ അതില് റോളായിട്ട് എടുത്തിട്ടുള്ള രാജപാളയം 2 പട്ടികളുണ്ടല്ലോ, അവര് വരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ചു എന്ന് വേണം പറയാൻ. ഒരു മിസ്സിങ് വരാതെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ എല്ലാവരും പാട്ടും ഇതൊക്കെ ആയിട്ട് കുലിക്ക് ഹനുമാൻ കൈ. അതെ, ഹനുമാൻ കൈ നല്ല ഉഷാറായിട്ടുണ്ട്. ഒരു അങ്ങനെ വളർന്നു വന്നിട്ടുള്ള അങ്ങനെ ഒരാള്, ടൈപ്പ് ഫാമിലിയിൽ വളർന്നു വന്ന ആള് കറക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും, അത് ആളുടെ സംസാരമൊക്കെ അല്ലെ, ഒരു വെറൈറ്റി സംസാരമാണ് ആളുടെ. ആ ഒരു ടൈപ്പ് ഓഫ് ടോക്കും അതിൽ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അവന്റെ ഡാൻസ്, എന്താ പറയാ, റംസാന്റെ ഡാൻസും നന്നായിട്ടുണ്ട്. ഭയങ്കര ഫ്ലെക്സിബിൾ അല്ലേ, നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യുന്നത്. തിയേറ്ററിൽ ഇങ്ങനെ കാണുമ്പോഴേ അവന്റെ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുള്ള സാധനം അതെ, അവന്റെ ആക്ടിങ്ങും കൊള്ളാം, നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിലെ മറ്റേ അവന്റെ പേര് അറിഞ്ഞൂടാ. അതായത് വേറൊരു കഥാപാത്രം ഉണ്ട്, ഒരു ഇക്കയായിട്ട് വരുന്നില്ല ഇതില്, ഇവരുടെ ഇക്കയായിട്ട് ഒരാൾ വരുന്നില്ല, നമ്മുടെ അയാളാണ്. പൂച്ചക്കണ്ണൊക്കെ ആ പാട്ടില്ലേ പഴയ ദേവദൂതനില് വിനീത്. കുറച്ച് കാലത്തിന് ശേഷം സ്ക്രീനിൽ കാണുന്ന കുറെ ആൾക്കാരുണ്ട്. കാസ്റ്റിംഗ് വളരെ മികച്ച കാസ്റ്റിംഗ് ആയിരുന്നു. മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. ആഷിഖ് കപൂർ അതിന്റെ ഡയറക്ടർ. പിന്നെ ചില റോളുകൾ ഉണ്ടല്ലോ നമുക്ക് സാധാരണ സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ ഈ റോൾ ഇവര് ചെയ്യണ്ടായിരുന്നു, അവർക്കത് ചേരുന്നില്ലല്ലോ എന്നൊക്കെ തോന്നും. ഇപ്പൊ മറ്റേ നസ്രിയയുടെ ലാസ്റ്റ് ഇറങ്ങിയ പടം കണ്ടപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ, അതെ, നസ്രിയയുടെ റോൾ അതിന് സ്യൂട്ട് ആവാത്ത പോലെ തോന്നിയില്ലേ? അതേപോലെ ഇങ്ങനെ പല പല റോളുകൾ തോന്നാറുണ്ട്. പക്ഷെ ഇതില് അത് ആരുടെ റോളും എനിക്ക് അയ്യോ അവരെ വേണ്ടായിരുന്നു അങ്ങനെ ഒരു ഫീല് വന്നതേ ഇല്ല. കൊടുത്ത റോൾ എല്ലാവരും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒക്കെ അറിയാവുന്ന ഒരാളൊരു എൻസൈക്ലോപീഡിയ ഇഷ്ടമില്ല. അപ്പൊ പിന്നെ ഫസ്റ്റത്തെ സീനുകളെല്ലാം നല്ല ഇന്റർനാഷണൽ അതിലത്തെ ആ ഒരു ഷൂട്ടിംഗ് സീനുകളൊക്കെ കശ്യപ് അയാള് ഭയങ്കര ഒരു മെറ്റീരിയൽ. ആളിപ്പോ നല്ലോണം വരുന്നുണ്ട് മൂവീസിലൊക്കെ. ആള് ഇതിലും നന്നായിട്ട് ചെന്നിട്ടുണ്ട്. അയാളല്ലേ, അയാൾ ഡയറക്ടറാണല്ലേ. മ്യൂസിക് കൊടുത്തിരിക്കുന്ന
അതല്ല ഇപ്പൊ നമ്മളൊന്ന് നോക്കിയത് മ്യൂസിക് മ്യൂസിക് മറ്റേ ഹനുമാൻ കൈറ്റിന്റെ ആ ഒരു പാട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. അത് ഈ ഇടയ്ക്ക് നമ്മളാളുടെ ഒരു പാട്ട് വൈറലായല്ലോ. അതെ, അത് അതിലാള് ചെയ്തത് നന്നായിട്ടുണ്ട്. ഒരു സീൻ അവനെങ്ങനെ ഇവിടത്തേക്ക് ഈ ക്ലബിലേക്ക് വരുന്നൊരു സീനുണ്ട്, അതെല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്. ഇതിപ്പോ എന്തായാലും കാണുന്നില്ലല്ലോ, അതിലാണോ? പിന്നെ വിജയരാഘവൻ, വിജയരാഘവന്റെ മ്യൂസിക് റെക്സ് വിജയൻ. റെക്സ് വിജയൻ ഞാൻ നല്ലത് കണ്ടപ്പോ ഓർക്കും ചെയ്തു. എഡിറ്റിംഗും പറയാതിരിക്കാൻ വയ്യ. ഈ വി സാജൻ ആരാണെന്ന് നമുക്കറിയില്ല, പക്ഷെ എഡിറ്റിംഗും ഒരു വിന്റേജ് സാധനം, മൊത്തം വിന്റേജ്. കുറെ വിന്റേജ് ക്ലിപ്പുകൾ അതിനകത്തുണ്ട്. ആ വണ്ടികൾ മുതല് പിന്നെ അവരുടെ ആ റൈഫിൾ ക്ലബും. ഇതിന് മുന്നേ കണ്ടത് മാർക്ക് ആണല്ലോ. മാർക്കോല് വേറെ ടൈപ്പ് സംഭവം, ഇതില് വേറെ ടൈപ്പ് സംഭവം. പക്ഷെ രണ്ടിലും ഒരു മറ്റേ കില്ലിങ്ങിന്റെ ഒരു സംഭവമാണ്. പക്ഷെ ഇതിലെ കില്ലിങ് കാണുമ്പോ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റാത്തതൊന്നല്ല, ഇത് നല്ല ത്രില്ലിംഗ് ആണ്. മാർക്കോയിൽ കുറച്ചും കൂടെ എന്താ പറയാ, സൈക്കിക് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കുറച്ചുകൂടെ ഇറങ്ങി പോകുന്ന സാധനങ്ങളായിരുന്നു. ദിലീഷ് പോത്തനെ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ദിലീഷ് പോത്തൻ കുറച്ച് അരോചകൊക്കെ ആയിട്ട് തോന്നാറുണ്ടായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ എന്താണ്, അതിപ്പോ ആരപ്പോ ഇത് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ആള്. പക്ഷെ നമ്മൾ ഈ അടുത്ത് ഓ ബേബി കണ്ടില്ലേ, അത് ഉഷാറായി, അത് അടിപൊളിയായില്ലേ. ഇയാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും കൂടി ആയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഡയലോഗ് ഡെലിവറി ഒക്കെ ഉഷാറാണ്, മടുപ്പിക്കുന്നില്ല, ബോറടിപ്പിക്കാത്ത നല്ല ഉഷാറായിട്ടുള്ള എന്താ പറയാ നല്ല പെർഫോമൻസ് ആയിരുന്നു മൊത്തത്തിൽ. സിനിമ നല്ല കളർ ഷെയ്ഡുള്ള കുറെ ഗ്ലാസും പിന്നെ ഇപ്പോ മക്കളുടെ ഒരു ഫാദറും 2 മക്കളും. അപ്പൊ അതിലൊരു മകന് സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റോടാണ് പടം തുടങ്ങുന്നത്. ആ ഒരൊറ്റ സംഭവമാണ്, അതിലാണ് ആ ത്രെഡിലാണ് ഫുൾ മൂവി പോകുന്നത്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. അതായത് എടുത്തു വെച്ചിരിക്കുന്ന കാട്ടിലെ കുറച്ച് സീൻസ് ഉണ്ടായിരുന്നല്ലോ, ആ സീനുകളൊന്നും എനിക്ക് അതിൽ കാണിച്ചിട്ടുള്ള ജീവികളെ ആണെങ്കിലും തീരെ ഒരു എന്താ പറയാ അനിമേഷൻ ചെയ്തതായിട്ടോ ഒന്നും തോന്നിയില്ല. കറക്റ്റ് ആയിട്ട് തോന്നി. അതിലിപ്പോ കാട്ടിലെ രാജാവിന്റെ അളിയനൊക്കെ അതെല്ലാം നല്ല സീനാണ്. അതെ ഒക്കെ നല്ല സീനായിരുന്നു. എനിക്ക് ടോട്ടലി നല്ല സാറ്റിസ്ഫൈഡ് ആണ് സിനിമ കണ്ടിട്ട്. ഒരു ഫാമിലി മൂവി എന്ന് ഞാൻ വേണമെങ്കിൽ അതിനെ പറയും. ഒരു ഫാമിലി പോയി കാണേണ്ട മൂവിയാണത് അല്ലേ. ആൾക്കാർക്ക് വയനാട് ഭയങ്കര ഇഷ്ടമാവും. വയനാട് സുൽത്താൻ ബത്തേരി അതിന്റെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സുൽത്താൻസ് ബാറ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് സുൽത്താൻ ബത്തേരിയുടെ ഒരു പഴയകാല ചരിത്രവും ടിപ്പു സുൽത്താന്റെ കാര്യമൊക്കെ പറയും. എങ്ങനെയാണ് പടം പോവാന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. പ്രഡിക്റ്റബിൾ ആണോ? അല്ല, പ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നേ എന്നുള്ളതിന്റെ ഒരു ചെറിയ സൂചന നമുക്ക് കിട്ടും. പക്ഷെ അതിൽ വരുന്ന ഇൻസിഡന്റ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫൈനല് ഓഫ് കോഴ്സ് എല്ലാറ്റിലും നായകൻ ജയിക്കണമല്ലോ, അത് നമുക്കറിയാം. ഗിരീഷ് പദം പറയുന്നുണ്ട് പടത്തിന് മുന്നേ നമുക്ക് ഇങ്ങനത്തെ ചർച്ചകളൊന്നും വേണ്ടില്ല, പടം കഴിഞ്ഞിട്ട് ആവാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഞാനൊരു ക്ലിപ്പ് കണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് പടം കണ്ടു കഴിഞ്ഞ് ഉഷാറാണ്. റീമാ കല്ലിങ്കിലും ആഷിഖബും അവരൊക്കെ വേറൊരു കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിൽ. അപ്പൊ അതുകൊണ്ട് കുറെ വെറുപ്പുള്ള ആൾക്കാർ ചിലപ്പോ കാണാതിരിക്കും. അതിന്റെ ഒന്നും കാര്യമില്ല, സിനിമ നല്ല സിനിമയാണ്, അതെന്തായാലും കാണാം, മസ്റ്റ് വാച്ച്. ഈ പടം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. ഇതിനാ വെഡിങ് പോകൊക്കെ തിയേറ്റർ തന്നെ. OTT നമ്മളുടെ ഓരോരുത്തരുടെ സ്ക്രീനും പല സ്ക്രീനായിരിക്കും. നല്ല സ്ക്രീനിൽ നമുക്ക് നല്ല രീതിയിൽ കാണാം. മോശം സ്ക്രീൻ ആണെങ്കിൽ മോശമായിട്ട്, തിയേറ്ററിൽ കാണാണെങ്കിൽ മിനിമം ഗ്യാരണ്ടി ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിലെന്തെങ്കിലും വിട്ടുപോയല്ലോ പോയിട്ടുണ്ട്. ഇല്ല, ഇത് തന്നെ ഗിരീഷ് പോത്തൻ ആണ് ഹൈലൈറ്റ് ആയിരുന്നത്. വിജയരാഘവനും അതെട്ടോ, പക്ഷെ വിജയരാഘവന്റെ റോളിനേക്കാളും ഇവരില്ലേ ഇടവേള ബാബു ഒരു പെണ്ണിന്റെ എന്താ പറയാ മാക്സി ഇട്ട് നിൽക്കുന്ന പടത്തിൽ ഏതാ പടം? മറ്റേ ഇടവേള ബാബു മാക്സി ഇട്ട് നടക്കില്ലേ, ചന്ദനത്തിരിപ്പടം. അപ്പൊ അതിലെ ലേഡി അവരുടെ പേരെന്താണ്? ആനപ്പിണ്ടിന്ന് ചന്ദനത്തിരിക്കുന്ന ഒരു ലേഡി എന്തായിക്കോട്ടെ, മാറ്റർ പറ. അല്ല, അവരടക്കം ഇതില് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടില്ലേ? കാണുന്നില്ലല്ലോ. ആ കുറച്ച് അതിൽ ഏറ്റവും പ്രായമായിട്ടുള്ള അവരുടെ പേരറിയില്ല. പിന്നെ ഉണ്ണിമായ പ്രസാദ്, ദർശന രാജേന്ദ്രനൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇവര് തമ്മില് നാത്തോൻ പോര് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സീനുകളൊക്കെ ഉണ്ട്. ചിലതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ചെയ്യില്ല. എനിക്ക് ഇഷ്ടമായി, എനിക്ക് മൊത്തം സീനുകളും ഇഷ്ടമായി, ഇഷ്ടപ്പെടുന്ന ചെയ്യില്ല. പക്ഷെ എന്നിരുന്നാലും മോശം പറയാനില്ല, എനിക്ക് സിനിമ നല്ല ഇഷ്ടമായി. പിന്നെ അതിന്റെ ഇടയിൽ കുറെ കൺവിൻസിങ് സ്റ്റാറിന്റെ കുറെ കൺവിൻസിങ് ആള് അതിലും അതേ സ്റ്റാർ പദവി കീപ്പ് ചെയ്തിട്ടുണ്ട്. പല അതൊക്കെ രസമായിട്ടുണ്ട്. പക്ഷെ ആളുടെ ഡയലോഗൊക്കെ ഭയങ്കര രസം. കാരണം കാലങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ കേട്ടോണ്ടിരിക്കില്ല ഇയാളുടെ ഒരു ഡയലോഗ്.
അപ്പൊ എന്തായാലും ഓവറോൾ പടം അടിപൊളി. ഓവറോൾ അടിപൊളിയാണ്, കണ്ടിരിക്കേണ്ട ഫസ്റ്റ് പടം. വാച്ച്. ഇതിൽ മോശമാണെങ്കിൽ ഞങ്ങൾ മോശം എന്ന് പറയട്ടോ, പക്ഷെ ഈ കണ്ട ഇപ്പൊ 2 പടങ്ങളും മോശമല്ല, നല്ല പടങ്ങളാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോ തൊട്ട് ദിവസം മുന്നേ പറഞ്ഞത് മാർക്കോ വേറെ ഒരു ടൈപ്പാണ്, ഇത് വേറെ ടൈപ്പാണ്. ഇത് ഇത്ര തന്നെ പറയാനുള്ളൂ.